നമസ്കാരം. ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ് ഞെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും പറയാൻ പോകുന്നത്. അതായത് ഏപ്രിൽ 1 മുതലുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രശ്നം വെച്ച് പരിശോധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന 10 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇവർ തകർച്ചയിൽ നിന്നും ഉയരങ്ങൾ കീഴ്പ്പെടുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ്. ഇവരുടെ ജീവിതം മാറി മറിയുന്ന സാഹചര്യങ്ങളും സമയങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ തെളിയുന്നത്. ഇവിടെ പറഞ്ഞ ഈ 10 നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തോ നിങ്ങൾ ആ ഒരു നക്ഷത്ര ജാതകരിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണെങ്കിലും ശരി, വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഉയർച്ചയും ധനലാഭങ്ങളും വിജയങ്ങളും കൈവരിക്കുവാനുള്ള സമയമാണ് ഈ ഏപ്രിൽ 1 മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് വരുന്നത്. നിങ്ങൾക്ക് വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന കാലഘട്ടമൊക്കെയാണ്. അത് ഏത് നക്ഷത്ര ജാതകരാണെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പൂർണ്ണമായും ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഈ 3 നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മാറി മറിയാൻ പോകുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളുമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങൾ കാണപ്പെടുന്നത്. അതായത് ഈ സമയം നിങ്ങൾ വളരെയേറെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തന മേഖലകളിലും നിങ്ങൾക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും. തൊഴിൽപരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു വഴികളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ തുറന്നു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ദിനവും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും തുണയ്ക്കുവാൻ കാരണമാകുന്നതായിരിക്കും. ഒട്ടനവധി മാറ്റങ്ങളാണ് ഈ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് തെളിയാൻ പോകുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവുകളെയും പുറന്തള്ളിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിലെ ദിനവും കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടേണ്ടത്. കാരണം വളരെയേറെ അനുകൂലമായിട്ടുള്ള ഈ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതം നിങ്ങൾക്ക് സുരക്ഷിതമാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ. അതുപോലെ തന്നെ ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മികച്ച സമയമാണ് തെളിയുന്നത്. അതായത് ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് കാണപ്പെടുന്നത്. ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അകലുന്നൊരു സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതായത് ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നമ്മൾ. അതായത് ഏപ്രിൽ 1 മുതൽ ഏതു തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ എത്തിച്ചേരുവന്ന സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മസമർപ്പണമൊക്കെയാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ കൂടെ ഈശ്വരാനുഗ്രഹങ്ങളോട് ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ സൽപ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ പ്രവർത്തികളിൽ പെടാതിരിക്കുക. കാരണം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ഈശ്വരകോപകരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായും ഈശ്വരനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഏത് വലിയ തകർച്ചയിൽ നിന്നും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ സർക്കാർ സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുന്ന സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും. തൊഴിലിൽ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും മാനസിക വെല്ലുവിളികളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. വളരെയേറെ വിജയവും ഉയർച്ചയും ഉന്നതികളും ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തേടി വരുന്ന സമയമാണ്. സകല ഈശ്വരനും നിങ്ങളെ അനുഗ്രഹിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ ഇടവക്കൂറുകാർക്കുണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരാണ്.
വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ. ഇവർക്ക് കാര്യവിജയവും ജീവിതത്തിൽ ഉന്നതമായ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ തെളിഞ്ഞു വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം, അതായത് നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിക്കുമ്പോഴുള്ള സമയമാണ് ഏപ്രിൽ 1 മുതലുള്ള സമയം. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഈ സമയം നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള വഴിത്തിരിവുകൾ ഉണ്ടാകാനുള്ള കാരണമായി തീരുന്ന സമയമാണ്. ഉറപ്പായും എല്ലാവിധമായ പ്രയാസത്തെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാനും ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുക തന്നെ ചെയ്തായിരിക്കും. പൂർണ്ണതും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയിലേക്കും കുടുംബൈശ്വര്യത്തിലേക്കും ആണ് ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാൻ പോകുന്നത്. വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യമൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങളും സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. കടബാധ്യതയൊക്കെ മാറ്റി നിർത്തി നല്ല സമാധാനം നിറഞ്ഞൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഏപ്രിൽ 1 മുതൽ നിങ്ങൾ തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നാളുകാരിൽ ആണ് നിങ്ങളും. അതുപോലെ തന്നെ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകരും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവരുടെ ജീവിതം മാറി മറിയുന്ന സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മഹാഭാഗ്യവർഷമാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, അതായത് കടബാധ്യതയും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ നക്ഷത്ര ജാതകമുള്ള കുടുംബത്തിൽ അതിനൊരു മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും പൂജകളും ചെയ്യുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഭഗവാന് നാളികേരം മുടച്ച് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാനുള്ള സാഹചര്യങ്ങൾ വരുന്നതായിരിക്കും. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അതായത് മേടക്കൂറുകാർക്കും ഇടവക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും എല്ലാവർക്കും വളരെയേറെ സൗഭാഗ്യവും ജീവിതത്തിൽ വളരെയേറെ മികച്ച സമയവുമാണ് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈശ്വരകൃപയും ചൈതന്യവുമുള്ള ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ഏപ്രിൽ 1 മുതൽ ജീവിതത്തെ അതിസമ്പത്തിലേക്കും അതിസമ്പന്ന യോഗത്തിലേക്കും ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും.